Hi dear students, let's talk history. നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. LPG and its impact. LPG എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. ഇതിനെയാണ് ഷോർട്ടായിട്ട് LPG എന്ന് നമ്മൾ വിളിക്കുന്നത്. LPG ഗ്യാസ് ഒന്നും അല്ല കേട്ടോ. ഓക്കെ, LPG എന്താണ്, അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്നുള്ള കാര്യമാണ് നോക്കുന്നത്. അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ, നമ്മുടെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എത്രത്തോളം മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. മാക്സിമം ഞാൻ ഇതിൻ്റെ ടേമുകൾ മലയാളത്തിൽ പറയാൻ ശ്രമിക്കാം. നമുക്ക് ടൈമിൻ്റെ കുറവുള്ളത് കൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം നോക്കുന്നത് എന്താണ് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ഈ ഒരു ടേം എന്താണെന്നാണ് നോക്കുന്നത്. 1980s മെയിനായിട്ട് ഡെവലപ്പിംഗ് കൺട്രീസിലാണ് ഈ ടേമുകൾ അല്ലെങ്കിൽ ഈ എക്കണോമിക് ഇംപ്ലിമെൻറ്റേഷൻസ് നടക്കുന്നത്. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. അതിൻ്റെ മലയാളം എന്ന് പറയുന്നത് ലിബറലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഉദാരവൽക്കരണം എന്നാണ്. ദെൻ പ്രൈവറ്റൈസേഷൻ സ്വകാര്യവൽക്കരണം, ഗ്ലോബലൈസേഷൻ ആഗോളവൽക്കരണം. ഓക്കെ, ഈ പറയുന്ന ടേമുകൾ ആർ 3 ഇന്റർ കണക്റ്റഡ് എക്കണോമിക് പോളിസീസ് ദാറ്റ് ഹാവ് ബീൻ ഇംപ്ലിമെൻറ്റഡ് ഇൻ മെനി കൺട്രീസ് അറൗണ്ട് ദ വേൾഡ്. ലോകമെമ്പാടും ഒരുപാട് രാജ്യങ്ങളിൽ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ള എക്കണോമിക് പോളിസീസ് ആണ്. ഈ 1980കളിലാണ് ഇത് ലോക രാജ്യങ്ങളിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. അത് കൂടുതലായിട്ടും ഡെവലപ്പിംഗ് കൺട്രീസിലാണ് കൂടുതലായിട്ടും നടപ്പിലാക്കി വരുന്നത്. വികസ്വര രാജ്യങ്ങളിലായിരുന്നു നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. അപ്പം ലിബറലൈസേഷൻ അല്ലെങ്കിൽ ഉദാരവൽക്കരണം എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ലിബറലൈസേഷൻ റെഫേഴ്സ് ടു ദ റിമൂവൽ ഓഫ് ഗവൺമെൻറ് കൺട്രോൾസ് ആൻഡ് റെഗുലേഷൻസ് ടു പ്രൊമോട്ട് ഫ്രീ മാർക്കറ്റ് ഫോഴ്സസ് ആൻഡ് ഇൻക്രീസ് കോമ്പറ്റീഷൻ. എന്താണ് ലിബറലൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്? ഗവൺമെൻറ് കൺട്രോളുകൾ, ഈ ഫിനാൻഷ്യൽ അല്ലെങ്കിൽ മാർക്കറ്റിലുള്ള ഗവൺമെൻറ് കൺട്രോൾസ് എടുത്തു മാറ്റിക്കൊണ്ട് ഫ്രീ മാർക്കറ്റ് കോൺസെപ്റ്റ് കൊണ്ടുവരിക, അല്ലെങ്കിൽ എന്താണ് സ്വതന്ത്ര കമ്പോള ശക്തികളെ കൊണ്ടുവരിക. അതിലൂടെ എന്താണ് നമ്മുടെ മാർക്കറ്റിലുള്ള കോമ്പറ്റീഷൻസ് ഇൻക്രീസ് ചെയ്യുക. ഫ്രീ മാർക്കറ്റ് ഫോഴ്സസും ഇൻക്രീസ് കോമ്പറ്റീഷനും എന്നായിരുന്നു ലിബറലൈസേഷൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ലിബറലൈസേഷനെ 3 പറയുന്നുണ്ട്. ട്രേഡ് ലിബറലൈസേഷൻ അല്ലെങ്കിൽ വ്യാപാര ഉദാരവൽക്കരണം, ഇൻവെസ്റ്റ്മെൻറ്റ് ലിബറലൈസേഷൻ അല്ലെങ്കിൽ നിക്ഷേപ ഉദാരവൽക്കരണം, ആൻഡ് ഫിനാൻഷ്യൽ ലിബറലൈസേഷൻ അല്ല എങ്കിൽ സാമ്പത്തിക ഉദാരവൽക്കരണം എന്നൊക്കെ പറയും. ഓക്കെ, ഇതാണ് 3 തരത്തിലുള്ള ലിബറലൈസേഷൻ. ട്രേഡ് ലിബറലൈസേഷനിലൂടെ എന്താണ് സാധ്യമാക്കുന്നത്? റെഡ്യൂസിങ് താരിഫ്സ് ആൻഡ് അതർ ട്രേഡ് ബാരിയേഴ്സ് ടു ഇൻക്രീസ് ഇന്റർനാഷണൽ ട്രേഡ്. ഇന്റർനാഷണൽ ട്രേഡ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ്? താരിഫുകളും ട്രേഡ് ബാരിയേഴ്സും ഒക്കെ റെഡ്യൂസ് ചെയ്യുന്നു. ഇൻവെസ്റ്റ്മെന്റ് ലിബറലൈസേഷനിലൂടെ എന്താണ്? അലോയിങ് ഫോറിൻ കമ്പനീസ് ടു ഇൻവെസ്റ്റ് ഇൻ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ്. ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിൽ ഫോറിൻ കൺട്രീസിന് ഇൻവെസ്റ്റ് ചെയ്യുവാനുള്ള അനുവാദം നൽകുന്നു. ദെൻ ഫിനാൻഷ്യൽ ലിബറലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണ്? ഡീറെഗുലേറ്റിംഗ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ടു അലോ ഫോർ ഗ്രേറ്റർ ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഓഫ് ക്യാപിറ്റൽ. എന്താണ്? ഫിനാൻഷ്യൽ മാർക്കറ്റിൽ എന്താണ് ക്യാപിറ്റൽ മൂവ്മെന്റിനുള്ള ഫ്രീഡം കൊടുക്കുന്നു. ആർക്ക്? ഈ പറയുന്ന കൺട്രീസിന് അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രങ്ങൾക്കൊക്കെ. ഓക്കെ, അല്ലെങ്കിൽ ഈ മാർക്കറ്റിലുള്ള ട്രേഡേഴ്സിന് അതിനുള്ള അനുവാദം കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് പ്രൈവറ്റൈസേഷൻ? ഇപ്പം ലിബറലൈസേഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇനി പ്രൈവറ്റൈസേഷൻ എന്താണ്? പ്രൈവറ്റൈസേഷൻ അല്ലെങ്കിൽ സ്വകാര്യവൽക്കരണം റെഫേഴ്സ് ടു ദ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ഓഫ് സ്റ്റേറ്റ് ഓൺഡ് എന്റർപ്രൈസസ്. അതിനെയാണ് SOEs എന്ന് പറയുന്നത്. SOEs എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഓൺഡ് എന്റർപ്രൈസസ് എന്നാണ് പറയുന്നത്. SOEs ടു പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ഓർ കമ്പനീസ്. എന്താണ്? നമ്മുടെ ഗവൺമെന്റിന്റെ അണ്ടർ കൺട്രോളിലുള്ള എന്റർപ്രൈസസ് അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ എന്ത് ചെയ്യുന്നു? ഇൻഡിവിജ്വൽസിന് അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന് അല്ലെങ്കിൽ കമ്പനീസിന് നൽകുന്നതിന്, അതിൻ്റെ ഓണർഷിപ്പ് കമ്പനീസിനോ അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനോ പ്രൈവറ്റ് കമ്പനീസിനോ നൽകുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? പ്രൈവറ്റൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് കമ്പനികളും അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെൻറ് സ്ഥാപനങ്ങളൊക്കെ പ്രൈവറ്റൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദെൻ ഇവിടെ പ്രൈവറ്റൈസേഷൻ 3 ടൈപ്പ് ഉണ്ട്. ഫുൾ പ്രൈവറ്റൈസേഷൻ ഉണ്ട്, പാർഷ്യൽ പ്രൈവറ്റൈസേഷൻ ഉണ്ട്, പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്സ് ഉണ്ട്. നാവൊക്കെ ഇടയ്ക്ക് കയറി ഉളുക്കുന്നുണ്ട്, ടൈമില്ലാത്തതുകൊണ്ട് സ്പീഡിൽ പറയുന്നു പോകുന്നത് കൊണ്ടാണ്. ഫുൾ പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ കംപ്ലീറ്റ് സെയിൽ ഓഫ് ദ SOE ടു ദ പ്രൈവറ്റ് സെക്ഷൻ. സ്റ്റേറ്റ് ഓൺഡ് എന്റർപ്രൈസുകൾ എന്താണ്? ഫുള്ളി കംപ്ലീറ്റ്ലി പ്രൈവറ്റ് കമ്പനികൾക്ക് വിൽക്കുന്നു. അതിനെയാണ് ഫുൾ പ്രൈവറ്റൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പാർഷ്യൽ പ്രൈവറ്റൈസേഷൻ ദ സെയിൽ ഓഫ് എ പോർഷൻ ഓഫ് ആൻ SOE
ടു എ പ്രൈവറ്റ് കമ്പനി. എന്താണ്? സ്റ്റേറ്റ് ഓൺഡ് എന്റർപ്രൈസസിന്റെ ഒരു ഭാഗം ആർക്ക് കൊടുക്കുന്നു? പ്രൈവറ്റ് എന്റർപ്രൈസസിന് അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനീസിന് കൊടുക്കുന്നു. പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കൊളാബറേഷൻ ബിറ്റ്വീൻ ഗവൺമെന്റ് ആൻഡ് പ്രൈവറ്റ് കമ്പനീസ് ടു ഡെലിവർ പബ്ലിക് സർവീസ്. പബ്ലിക് സർവീസ് ഡെലിവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ്? പാർട്ട്ണർഷിപ്പിൽ സ്റ്റേറ്റും അതുപോലെ അല്ലെങ്കിൽ ഗവൺമെന്റും പ്രൈവറ്റ് സെക്ഷനും പ്രൈവറ്റ് എന്റർപ്രൈസസും ഒരുപോലെ വർക്ക് ചെയ്യുന്നു ഒരു സെക്ടറിൽ. ഇതിനെയാണ് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഗ്ലോബലൈസേഷൻ എന്താണ് ലിബറലൈസേഷൻ എന്ന് പറഞ്ഞു, അതിന്റെ ടൈപ്സ് പറഞ്ഞു, പ്രൈവറ്റൈസേഷൻ പറഞ്ഞു, അതിന്റെ ടൈപ്പുകൾ പറഞ്ഞു. ഇനിയുള്ളത് ഗ്ലോബലൈസേഷൻ ആണ്. ഗ്ലോബലൈസേഷൻ റെഫേഴ്സ് ടു ദ ഇൻക്രീസിംഗ് ഇന്റഗ്രേഷൻ ഓഫ് എക്കണോമീസ് അറൌണ്ട് ദ വേൾഡ്, പർട്ടിക്കുലർലി ത്രൂ ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ആഗോളവൽക്കരണം. ആഗോളവൽക്കരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തെ മൊത്തം ഒറ്റ മാർക്കറ്റ് ആയിട്ട് കാണുക, ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഗ്ലോബലൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റെഫേഴ്സ് ടു ദ ഇൻക്രീസിംഗ് ഇന്റഗ്രേഷൻ ഓഫ് എക്കണോമീസ് അറൌണ്ട് ദ വേൾഡ്. എങ്ങനെയാണ്? ഇന്റർനാഷണൽ ട്രേഡിലൂടെയും ഫോറിൻ ഇൻവെസ്റ്റ്മെന്റുകളിലൂടെയും മൈഗ്രേഷനുകളിലൂടെയുമാണ് ഗ്ലോബലൈസേഷൻ സാധ്യമാകുന്നത്, അല്ലെങ്കിൽ ലോകത്തെ മൊത്തം ഒറ്റ കമ്പോളത്തിന്റെ കീഴിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് ആഗോളവൽക്കരണം സാധ്യമാകുന്നത്? ഇന്റർനാഷണൽ ട്രേഡിലൂടെ, അതുപോലെ തന്നെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റുകളിലൂടെ, അതുപോലെ തന്നെ മൈഗ്രേഷനുകളിലൂടെയൊക്കെയാണ് ഇത് സാധ്യമാകുന്നത് എന്നാണ് പറയുന്നത്. എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലാന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനി നമ്മൾ പോകുന്നത് എന്താണ്? ഈ LPGയുടെ ഇമ്പാക്റ്റുകൾ, LPG അല്ലെങ്കിൽ ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ഒക്കെ കൊണ്ടുവന്നതിലൂടെ അതിൻ്റെയൊക്കെ ഇമ്പാക്റ്റുകൾ എന്താണ് എന്നാണ് നോക്കുന്നത്. അതിന് മുമ്പായിട്ട് നമ്മുടെ ഇന്ത്യയിൽ ഈ LPG ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ കൊണ്ടുവന്നത് നമ്മുടെ മൻമോഹൻ സിംഗിന്റെ പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഇന്ത്യയിൽ ഈ LPG കൊണ്ടുവരുന്നത്. 1991 ഇത് ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ട്, നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ട്, സോഷ്യൽ, പൊളിറ്റിക്കൽ, എക്കണോമിക് ആയിട്ടുള്ള പലതരത്തിലുള്ള ഇമ്പാക്റ്റ് ഉണ്ട്. ഇതിനെയൊക്കെ ഡിവൈഡ് ചെയ്ത് നമ്മൾ പഠിക്കുകയാണ്. പോസിറ്റീവ് ഇമ്പാക്റ്റ് എന്ന് പറയുമ്പോൾ എക്കണോമിക് ഗ്രോത്ത്, ഈ LPG പോളിസീസ് കൊണ്ടുവന്നതിലൂടെ ഇൻക്രീസ്ഡ് എക്കണോമിക് ഗ്രോത്ത് ആ സീൻ ഇൻ കൺട്രീസ് ലൈക്ക് ഇന്ത്യ, ചൈന പോലെയുള്ള വികസിത രാജ്യങ്ങളിൽ എന്താണ്? ഈ എക്കണോമിക് ഗ്രോത്ത്, സാമ്പത്തിക വളർച്ച ഉണ്ടാകുവാൻ സാധിച്ചിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ ഇൻക്രീസ്ഡ് എഫിഷ്യൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എഫിഷ്യൻസി വർദ്ധിച്ചു, അല്ലെങ്കിൽ എന്താ പറയാ, കാര്യക്ഷമത വർദ്ധിച്ചു എന്നാ പറയാ. ലിബറലൈസേഷൻ ആൻഡ് പ്രൈവറ്റൈസേഷൻ ഹാവ് ലെഡ് ടു ഇൻക്രീസ്ഡ് എഫിഷ്യൻസി ഇൻ ഇൻഡസ്ട്രീസിൽ എഫിഷ്യൻസി വർദ്ധിപ്പിച്ചു. ആസ് പ്രൈവറ്റ് കമ്പനീസ് ആർ മോർ അക്കൗണ്ടബിൾ ടു ദെയർ ഷെയർ ഹോൾഡേഴ്സ്. പ്രൈവറ്റ് കമ്പനീസ് എന്താണ്? അവരുടെ ഷെയർ ഹോൾഡേഴ്സിന് കൂടുതൽ അക്കൗണ്ടബിൾ ആയിട്ട് മാറി. ദെൻ ഇൻക്രീസ്ഡ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റുകളിലൂടെ, ഗ്ലോബലൈസേഷനിലൂടെ എന്താണ്? ഫോറിൻ ഇൻവെസ്റ്റ്മെന്റുകൾ ഇവിടെ നമ്മളെ വികസിത രാജ്യങ്ങളിലൊക്കെ വർദ്ധിച്ചു. ഓക്കെ, ദെൻ അടുത്തതാണ് ഇംപ്രൂവ്ഡ് ടെക്നോളജി. ഗ്ലോബലൈസേഷനിലൂടെ പലതരത്തിലുള്ള ടെക്നോളജികൾ വർദ്ധിച്ചു. മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് അതിൻ്റെയൊക്കെ കടന്നുവരവിലൂടെ ഡെവലപ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസും ഡെവലപ്പിംഗ് കൺട്രീസിലേക്ക് വന്നു എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് നെഗറ്റീവ് ഇമ്പാക്ട്സ് ആണ്. നെഗറ്റീവ് ഇമ്പാക്റ്റിലേക്ക് പോകുമ്പോൾ ഇൻകം ഇൻഈക്വാലിറ്റീസ്. LPGയിലൂടെ എന്താണ്? ഈ ഇൻകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് എന്താണ്? ഈക്വൽ ആയിരുന്നില്ല. എക്കണോമിക് ഗ്രോത്ത് കിട്ടിയത് എന്താണ്? ഇതിന്റെ ബെനിഫിറ്റുകൾ എല്ലാവർക്കും ഒരുപോലെ അല്ല കിട്ടിയത്. ഉള്ളവർക്ക് കൂടുതൽ കിട്ടിക്കൊണ്ടിരുന്നു, ഇല്ലാത്തവരിൽ നിന്ന്, ബൈബിളിലൊരു വാക്കുണ്ട് അല്ലേ, ഇല്ലാത്തവരിൽ നിന്ന് ഉള്ളതും കൂടി എടുക്കപ്പെടും എന്ന് പറയില്ലേ. ഉള്ളവർക്ക് കൂടുതലായിട്ട് ഇൻകം ഉണ്ടായിക്കൊണ്ടേയിരുന്നു, പക്ഷെ ഇല്ലാത്തവരുടെ കാര്യം അവിടെ അധികം ആരും ചിന്തിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത്. ദെൻ ജോബ് ലോസസ് എന്താണ്? പ്രൈവറ്റൈസേഷനിലൂടെയും ലിബറലൈസേഷനിലൂടെയൊക്കെ എന്താണ്? ഒരുപാട് വ്യക്തികൾക്ക് അവരുടെ തൊഴിലുകൾ നഷ്ടപ്പെടുകയും അവരുടെ ഓണർഷിപ്പ് നഷ്ടപ്പെടുകയും, അതായത് സ്റ്റേറ്റ് ഓൺഡ് എന്റർപ്രൈസുകൾ പ്രൈവറ്റൈസ് ആക്കിയതോടെ അവിടെ വർക്ക് ചെയ്തിരുന്ന ആൾക്കാർക്കൊക്കെ ഒരുപാട് പേർക്ക് തൊഴിൽ നഷ്ടമുണ്ടായിട്ടുണ്ട്. ദെൻ എൻവയോൺമെന്റൽ ഡീഗ്രഡേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഗ്ലോബലൈസേഷൻ ഹാസ് ലെഡ് ടു ഇൻക്രീസ്ഡ് എൻവയോൺമെന്റൽ ഡീഗ്രഡേഷൻ ആസ് മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് ഹാവ് സോട്ട് ടു ടേക്ക് അഡ്വാൻറ്റേജസ് ഓഫ് ലാക്സ് എൻവയോൺമെന്റൽ റെഗുലേഷൻസ് ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ്. ഈ ഡെവലപ്പിംഗ് കൺട്രീസിൽ ഗ്ലോബലൈസേഷനിലൂടെ പലതരത്തിലുള്ള പദ്ധതികളൊക്കെ
കൊണ്ടുവന്നപ്പോൾ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് എന്താണ് എൻവയോൺമെന്റൽ ഡീഗ്രേഡേഷൻ നടത്തി അവരുടെ ഡെവലപ്മെന്റ്സിന് വേണ്ടിയിട്ട് ഫാക്ടറികളും ഔട്ട്ലെറ്റുകളും ഒക്കെ നടത്തുവാൻ വേണ്ടി എന്താണ് പരിസ്ഥിതിയെ ചൂഷണം ചെയ്തു എന്നാണ് പറയുന്നത്. അടുത്തതാണ് കൾച്ചറൽ ഹോമോജിനൈസേഷൻ. എന്താണ് ഗ്ലോബലൈസേഷൻ ഹാസ് ലെഡ് ടു കൾച്ചറൽ ഹോമോജിനൈസേഷൻ ആസ് വെസ്റ്റേൺ കൾച്ചർ ഹാസ് ബീൻ ഇമ്പോസ്ഡ് ഓൺ ഡെവലപ്പിംഗ് കൺട്രീസിലൊക്കെ എന്താണ് ഈ കൾച്ചറൽ ഹോമോജിനസ് നഷ്ടപ്പെടുകയും അവിടെ എന്താണ് ഈ പറയുന്ന അവരുടെ വെസ്റ്റേൺ കൾച്ചർ കൂടുതൽ ഇംപ്ലിമെന്റ് ചെയ്യുകയും ഒക്കെ ആണ് ചെയ്തത്. നെക്സ്റ്റ് വരുന്നത് സോഷ്യൽ ഇമ്പാക്റ്റുകളാണ്. സോഷ്യൽ ഇമ്പാക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഇൻക്രീസ്ഡ് മൈഗ്രേഷൻ. LPG പോളിസീസ് ഹാവ് ലെഡ് ടു ഇൻക്രീസ്ഡ് മൈഗ്രേഷൻ ആസ് പീപ്പിൾ സീക്ക് ടു ടേക്ക് അഡ്വാൻറ്റേജസ് ഓഫ് ന്യൂ എക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ്. പുതിയ എക്കണോമിക് ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ട് എന്താണ് ആൾക്കാർ ഈ പോളിസികളെ ബേസ് ചെയ്തിട്ട് അവരെന്ത് ചെയ്തു മൈഗ്രേറ്റ് ചെയ്യുവാൻ റൂറൽ ഏരിയയിൽ നിന്നും അർബൻ ഏരിയകളിലേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്തു പോകുവാൻ വേണ്ടി ശ്രമിച്ചു. ദെൻ ചേഞ്ചസ് ഇൻ സോഷ്യൽ സ്ട്രക്ചറിൽ തന്നെ വ്യത്യാസങ്ങൾ വന്നു. അതായത് ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് ഒക്കെ മാറി അതെന്താണ് ഡെവലപ്ഡ് ആയിട്ട് പുതിയ തരത്തിലുള്ള ഇൻഡസ്ട്രീസ് നമ്മുടെ മെഷീനൈസ്ഡ് ഇൻഡസ്ട്രീസിലേക്കൊക്കെ മാറി ചിന്തിക്കുവാൻ തുടങ്ങി. ഇൻക്രീസ്ഡ് ഇൻഈക്വാലിറ്റി വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. എന്താണ് ബെനിഫിറ്റ്സ് ഓഫ് എക്കണോമിക് ഗ്രോത്ത് ഹാവ് നോട്ട് ബീൻ ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ്. എന്താണ് ഈ എക്കണോമിക് ഗ്രോത്ത് കൃത്യമായിട്ട് തുല്യമായിട്ടല്ല ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്നത് എന്നാണ്. ഇക്കണോമിക് ഇമ്പാക്റ്റിലേക്ക് പോകുമ്പോൾ ഇൻക്രീസ്ഡ് എക്കണോമിക് ഇന്റർഡിപെൻഡൻസ്. ഗ്ലോബലൈസേഷനിലൂടെ എന്താണ് ഓരോ രാജ്യങ്ങളും എക്കണോമിക്കലി മറ്റു രാജ്യങ്ങളോട് ഡിപ്പെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുവാൻ തുടങ്ങി. കൂടുതൽ അവരെന്ത് ചെയ്തു മറ്റു രാജ്യങ്ങളുമായിട്ട് ഡിപ്പെൻഡൻ്റ് ആയിട്ട് ഈ ഗ്ലോബൽ എക്കോണമിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഇൻക്രീസ്ഡ് ട്രേഡ് LPG പോളിസികളിലൂടെ എന്താണ് ട്രേഡുകൾ ഓരോ രാജ്യങ്ങളുടെയും ട്രേഡുകൾ വർദ്ധിപ്പിക്കുകയും ഇത് ഈ LPG എന്ന് പറയുന്ന ഒരു അഡ്വാൻറ്റേജസ് ആയിട്ട് എടുത്ത് അവരെന്ത് ചെയ്തു പുതിയ മാർക്കറ്റുകളും പുതിയ റിസോഴ്സുകളും കണ്ടെത്തുവാൻ ഈ മൾട്ടിനാഷണൽ കമ്പനീസ് ഒക്കെ എന്താണ് പുതിയ മാർക്കറ്റുകൾ കണ്ടെത്തുവാനും വികസിത രാജ്യങ്ങളിൽ അല്ലെങ്കിൽ വികസ്വര രാജ്യങ്ങളിൽ പുതിയ മാർക്കറ്റുകൾ അവരുടെ പ്രൊഡക്ട്സ് വിൽക്കുവാനുള്ളൊരു മാർക്കറ്റുകളായിട്ട് അതിനെ തിരഞ്ഞെടുക്കുവാനൊക്കെ തീരുമാനിച്ചു. അതിലൂടെ ട്രേഡ് വർദ്ധിച്ചു. ദെൻ ഇൻക്രീസ്ഡ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റുകളും വർദ്ധിച്ചു. ഗ്ലോബലൈസേഷനിലൂടെ എന്താണ് മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് ഒരുപാട് രാജ്യങ്ങളിലേക്ക് കടന്നു വരികയും അവരുടെ ഇൻവെസ്റ്റ്മെന്റുകൾ ഇവിടെ വർദ്ധിക്കുകയും മറ്റു രാജ്യങ്ങളിൽ വർദ്ധിക്കുകയും ചെയ്തു. ഇത്രയുമാണ് നമുക്ക് എന്താണ് LPG, എന്താണ് LPGയുടെ ഇമ്പാക്റ്റ് എന്നുള്ള കാര്യം ക്ലിയർ ആയി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളതാണ്. ഇത് നിങ്ങൾ ഇതുപോലെ തന്നെ എഴുതേണ്ടതാണ്. ഓക്കെ, അപ്പം ഈ ഒരു ടോപ്പിക്ക് ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ എക്സാം എഴുതുക.